സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രമാണ്. കേരളത്തിലെ പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ആറന്മുള ക്ഷേത്രം. പത്തനംതിട്ട ജില്ലയിൽ ആറന്മുളയിൽ പുണ്യനദിയായ പമ്പാ നദിയുടെ തീരത്താണ് ആറന്മുള ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചതുർഭാവവും പരബ്രഹ്മവുമായ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ കുടികൊള്ളുന്ന ശ്രീകൃഷ്ണ പരമാത്മാവാണ് മുഖ്യപ്രതിഷ്ഠ. കേരളത്തിലെ ഏറ്റവും പേരുകേട്ട 5 ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലൊന്നാണ് ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഈ മഹാക്ഷേത്രം. തൻ്റെ ഭക്തനായ അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്ന സങ്കല്പത്തിലാണ് 6 അടിയിലധികം ഉയരം വരുന്ന ഭഗവത് വിഗ്രഹം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലിയ വിഗ്രഹമുള്ളത് ആറന്മുളയിലാണ്. ക്ഷേത്രം ആറന്മുള പഞ്ചായത്തിലും ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം മല്ലപ്പുഴശ്ശേരി പഞ്ചായത്തിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുവാനുള്ള തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആരംഭിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ നിന്നാണ്. 18-ാം നൂറ്റാണ്ടിലെ ചിത്രകാരന്മാർ വരച്ച നിരവധി ചുവർച്ചിത്രങ്ങൾ ഈ ക്ഷേത്രത്തിൽ കാണാം. പാണ്ഡവരിൽ ഒരാളായ അർജുനൻ ഈ ക്ഷേത്രം നിർമ്മിച്ചു എന്നാണ് വിശ്വാസം. യുദ്ധക്കളത്തിൽ നിരായുധനായ കർണനെ വധിച്ചതിൻ്റെ പാപപരിഹാരം തീർക്കാനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്ന് കരുതപ്പെടുന്നു. മറ്റൊരു ഐതിഹ്യം ക്ഷേത്രം ആദ്യം പണിതത് ശബരിമലയ്ക്ക് അടുത്തുള്ള നിലയ്ക്കലായിരുന്നു എന്നാണ്. അവിടെ നിന്ന് വിഗ്രഹം 6 മുളക്കഷ്ണങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരു ചങ്ങാടത്തിൽ ഇവിടേക്ക് കൊണ്ടുവരികയായിരുന്നു. അങ്ങനെയാണ് ആറന്മുള എന്ന പേര് ലഭിച്ചതെന്ന് ഒരു വിശ്വാസമുണ്ട്. കേരളീയ വാസ്തുശില്പകലയുടെ നിദർശനമാണ് ആറന്മുള ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ 4 ഗോപുരങ്ങൾ 4 മാതൃകയിലാണ് പണിഞ്ഞിരിക്കുന്നത്. കാർത്തിക തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് ഇന്ന് കാണുന്ന മണ്ഡപം പണി കഴിപ്പിച്ചത്. അതിമനോഹരമായ ചിത്രപ്പണികൾ ഈ മണ്ഡപത്തിൽ ഉണ്ട്. 4 ഗോപുരവും 4 മാതൃക പിന്തുടർന്നിരിക്കുന്നു. കിഴക്കേ ഗോപുരം കലാസൗന്ദര്യം പ്രകടമാകുന്ന രീതിയിൽ ദാരുശില്പങ്ങൾ നിറഞ്ഞതാണ്. കരിങ്കൽ തൂണിലും കൊത്തുപണികളുണ്ട്. ആനയ്ക്ക് ചവിട്ടി കയറാവുന്ന തരത്തിൽ വീതിയുള്ള ചവിട്ടുപടികളാണ് 18 ചവിട്ടുപടികളാണ് കിഴക്കേ ഗോപുരത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. നാല് സൈഡിൽ നിന്നും മണ്ണെടുത്ത് ഉയർന്ന പ്രതലത്തിലാണ് ക്ഷേത്രം സ്ഥാപിച്ചിരിക്കുന്നത്. ബലിക്കൽ പുരയിൽ കരിങ്കല്ലിൽ വ്യാളികളുടെ പ്രതിമ കൊത്തിവെച്ചിരിക്കുന്നു. വിശാലമായ ക്ഷേത്ര പരിസരത്തേക്ക് പ്രവേശിക്കാൻ 4 ഗോപുരങ്ങളുണ്ട്. 4 ഗോപുരങ്ങളിൽ 4 മലദൈവങ്ങൾ കാവൽ നിൽക്കുന്നു എന്നാണ് വിശ്വാസം. വടക്കേ ഗോപുരത്തിൽ നിന്നും പമ്പാ നദിയിലേക്ക് ഇറങ്ങുവാൻ 57 പടികളാണുള്ളത്. ഇവിടുത്തെ ആനക്കൊട്ടിലിൽ 8 ആനകൾക്ക് നിലനിൽക്കാനുള്ള സൗകര്യമുണ്ട്. 160 അടി ഉയരം വരുന്ന സ്വർണം പൂശിയ കൊടിമരം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടിമരങ്ങളിൽ പെടുന്നു. തേക്കിൻ തടിയിൽ തീർത്ത സ്വർണം പൂശിയ കൊടിമരത്തിൽ സ്വർണം പൂശിയ 7 പറകൾ കാണാം. 1895 മൂലം തിരുനാൾ രാമവർമ്മ മഹാരാജാവാണ് ചെമ്പിൽ തീർത്ത കൊടിമരം സ്ഥാപിച്ചത്. ചതുരാകൃതിയിലാണ് ചുറ്റമ്പലം, എങ്കിലും ശ്രീകോവിൽ വൃത്താകൃതിയിലാണ്. ശ്രീകോവിലിൻ്റെ വെളിയിലുള്ള ചുവരും നമസ്കാര മണ്ഡപവും ചിത്രപ്പണികൾ കൊണ്ട് നിറച്ചിരിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ വടക്കുവശത്തുള്ള ഈ തൃക്കോവിൽ ക്ഷേത്രനിരപ്പിൽ നിന്ന് 18 അടി താഴ്ചയിലാണ്. ബലരാമനും പരമശിവനും ഗണപതിയുമാണ് ഇവിടുത്തെ പ്രതിഷ്ഠകൾ. മകരമാസത്തിലാണ് ഇവിടുത്തെ ഉത്സവം.
അത്തം നാളിൽ കൊടിയേറി തിരുവോണനാൾ വരെ ഉത്സവം 10 നാൾ നീണ്ടു നിൽക്കുന്നു. ആറന്മുളയ്ക്ക് ചുറ്റുമുള്ള 28 കരകളുടെയും പ്രധാന ക്ഷേത്രം പാർത്ഥസാരഥി ക്ഷേത്രം തന്നെയാണ്. ഇതിൽ പ്രധാനം ഉത്രട്ടാതി വള്ളംകളിയാണ്. ജാതി മതഭേദമന്യേ ആറന്മുളക്കാർ എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നു. ആഗ്രഹ സാഫല്യത്തിന് നടത്തുന്ന ആറന്മുള വള്ളസദ്യ ഇവിടുത്തെ പ്രധാന വഴിപാടാണ്. തുഴച്ചിൽക്കാർ വഞ്ചിപ്പാട്ട് നടത്തി ദക്ഷിണയും കൊടുത്ത് 68 കൂട്ടം വിഭവങ്ങളോട് കൂടിയ വള്ളസദ്യ ഇവിടുത്തെ പ്രധാന വഴിപാടാണ്. അമ്പത്തിരണ്ട് പള്ളിയോടങ്ങൾക്കും അതോടൊപ്പം വരുന്ന ഭക്തജനങ്ങൾക്കും സമൂഹ സദ്യ ഒരുക്കുന്നു. കിഴക്ക് റാന്നി മുതൽ പടിഞ്ഞാറ് ചെന്നിത്തല വരെയുള്ള പള്ളിയോടങ്ങളാണ് ഈ അഷ്ടമി രോഹിണി നാളിലെ സമൂഹ സദ്യയിൽ പങ്കെടുക്കുന്നത്.
ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക, ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക.